ഓക്സി അസ്റ്റൈനിങ് ഗ്യാസ് കട്ടിംഗ് എന്ന പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ ഓക്സി അസ്റ്റൈനിങ് കട്ടിംഗ് പ്ലാന്റ് എങ്ങനെ സജ്ജീകരിക്കാമെന്നും ഒരു 10 mm മൈൽ സ്റ്റീൽ പ്ലേറ്റിൽ സ്ട്രെയിറ്റ് കട്ട്, ബെവൽ കട്ട്, സർക്കുലർ കട്ട് എന്നിവ എങ്ങനെ ചെയ്യാമെന്നും പഠിക്കും. ആദ്യം ഓക്സി അസറ്റൈലിൻ പ്ലാന്റ് എങ്ങനെ സജ്ജീകരിക്കാമെന്ന് നോക്കാം. മൈൽഡ് സ്റ്റീൽ കട്ട് ചെയ്യുക എന്നതാണ് ഓക്സി അസറ്റൈലിൻ ഗ്യാസ് കട്ടിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം. ഓക്സിജൻ്റെയും അസറ്റലിൻ്റെയും മിശ്രിതം 3100°C മുതൽ 3300°C എന്ന കൂടിയ ഫ്ലെയിമിലെത്തുമ്പോൾ സ്റ്റീൽ ഉരുകുകയും ഉപരിതലം ഉരുകി ഒരു മോൾട്ടൺ പൂൾ പോലെ ആകുകയും ചെയ്യുമ്പോൾ സ്റ്റീൽ നന്നായി മുറിക്കാൻ സാധിക്കുന്നു. എല്ലാ സുരക്ഷാ നടപടികളും പാലിച്ചുകൊണ്ട് ശരിയായി കൈകാര്യം ചെയ്താൽ ഓക്സി അസറ്റൈലിൻ ഉപകരണങ്ങൾ വളരെ സുരക്ഷിതമാണ്. പക്ഷേ അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ അത് വളരെ വിനാശകരമായി മാറിയേക്കാം. ഗ്യാസ് സിലിണ്ടർ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് ഓപ്പറേറ്റർ എല്ലാ സുരക്ഷാ നിയമങ്ങളും മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. താഴെ പറയുന്നത് പോലുള്ള വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ ധരിക്കുക. വെൽഡിംഗ് ഗ്ലൗസ്, ഹെൽമെറ്റ്, ലെതർ ഏപ്രൺ, ലെതർ ബൂട്ട്സ്, വെൽഡിംഗ് ഗോഗിൾസ്, മറ്റ് വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളും. ഇത് വെൽഡിങ്ങിനിടയിലുണ്ടാകുന്ന പൊള്ളലുകളും പരിക്കുകളും തടയാൻ സഹായിക്കുന്നു. ഉയർന്ന താപനില ഗ്യാസ് സിലിണ്ടറിലെ മർദ്ദം ഉയർത്തുമെന്നതിനാൽ ഉയർന്ന താപനിലയുള്ള ഭാഗത്തു നിന്നും ഗ്യാസ് സിലിണ്ടർ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും സിലിണ്ടർ തറയിലോ സിലിണ്ടർ സ്റ്റാൻഡിലോ നേരെ നിവർത്തി വയ്ക്കുക. സിലിണ്ടറുകൾ ഒരിക്കലും തറയിലൂടെ ഉരുട്ടരുത്. ഗ്യാസ് സിലിണ്ടറുകൾ നീക്കുമ്പോൾ അവ ചെറുതായി ഇൻക്ലൈൻഡ് ചെയ്ത് വേണം നീക്കുവാൻ. കൂടാതെ സിലിണ്ടർ വാൽവുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പ്രൊട്ടക്ടർ ക്യാപ്പ് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. സിലിണ്ടർ ക്യാപ്സ് നീക്കം ചെയ്യുക. റെഗുലേറ്ററുകളിലെ കേടുപാടുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടി ഗ്യാസ് സിലിണ്ടർ വാൽവുകൾ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ സിലിണ്ടർ കീ പെട്ടെന്ന് തന്നെ തുറന്ന് വേഗത്തിൽ അടയ്ക്കുകയും വേണം. സിലിണ്ടർ വാൽവ് തുറക്കുന്നതിനോ അടയ്ക്കുന്നതിനോ ഒരിക്കലും ഹാമർ അല്ലെങ്കിൽ റിഞ്ച് ഉപയോഗിക്കരുത്. അതുപോലെ അനാവശ്യ ബലപ്രയോഗം നടത്തുന്നതും ഒഴിവാക്കുക. ഗ്യാസ് സിലിണ്ടറുകൾക്ക് സമീപം പുകവലിയും നേക്കിഡ് ലൈറ്റ്സും കർശനമായി നിരോധിക്കുകയും അതുപോലെ ഗ്യാസ് സിലിണ്ടറിന്മേൽ ഒരിക്കലും തീപ്പൊരിയോ നേരിട്ടുള്ള ഗ്യാസ് ഫ്ലെയിമോ അടിക്കുകയോ ചെയ്യരുത്. സിലിണ്ടറുകൾ തുറക്കുമ്പോൾ എല്ലായ്പ്പോഴും വാൽവ് ഔട്ട്ലെറ്റിന് എതിർവശത്തായി നിൽക്കുവാൻ ശ്രദ്ധിക്കണം. ത്രെഡുകളുടെ കേടുപാടുകൾ തടയാൻ എല്ലായ്പ്പോഴും ശരിയായ വലിപ്പമുള്ള സ്പാനർ ഉപയോഗിക്കണം. ഗ്യാസ് വെൽഡിംഗ് ഉപകരണങ്ങളുടെ ത്രെഡഡ് അസംബ്ലികളിൽ ഒരിക്കലും ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കരുത്. അത് തീ ഉണ്ടാകാൻ കാരണമാകും. വാൽവ് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്ക്വയർ റോഡുകളുടെ കേടുപാടുകൾ ഒഴിവാക്കാൻ എല്ലായ്പ്പോഴും ശരിയായ വലിപ്പമുള്ള കീ തന്നെ ഉപയോഗിക്കുക. ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ബാക്ക് ഫയർ ഉണ്ടായാൽ ഗ്യാസ് ഫ്ലോ ഉടനടി നിർത്തുന്നതിന് വേണ്ടി കീ എല്ലായ്പ്പോഴും വാൽവ് സോക്കറ്റിൽ തന്നെ വെക്കണം. ടോർച്ച് കത്തിക്കാൻ സ്പാർക്ക് ലൈറ്റർ ഉപയോഗിക്കുന്നു. വെൽഡിംഗ് ചെയ്യുമ്പോൾ ടോർച്ച് ലൈറ്റ് ചെയ്യാൻ എപ്പോഴും സ്പാർക്ക് ലൈറ്റർ ഉപയോഗിക്കുന്ന ശീലം വളർത്തിയെടുക്കുക. ഒരിക്കലും തീപ്പെട്ടി ഉപയോഗിക്കരുത്. കാരണം അറ്റത്തു നിന്ന് വരുന്ന അസറ്റൈലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലെയിം നിങ്ങളുടെ കൈ കൊള്ളാനിടയാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിനായി തീപ്പെട്ടി ഉപയോഗിക്കുന്നത് വളരെ അപകടകരമാണ്.
ജോയിൻറ്റുകൾ എല്ലായ്പ്പോഴും ഹോസ് ക്ലിപ്പുകൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കുന്നത് നല്ല ഗ്രിപ്പ് ഉറപ്പാക്കാനും ഗ്യാസ് ലീക്കേജ് ഒഴിവാക്കാനും സഹായിക്കുന്നു. അസറ്റിലിൻ കണക്ഷനുകൾ പരിശോധിക്കാൻ സോപ്പ് വെള്ള ലായനിയും ഓക്സിജൻ കണക്ഷനുകൾ പരിശോധിക്കാൻ ശുദ്ധജലവും ഉപയോഗിക്കുക. ഓക്സിജൻ കണക്ഷനു വേണ്ടി ഒരിക്കലും സോപ്പ് വെള്ളം ഉപയോഗിക്കരുത്. അത് അഗ്നിബാധ പോലുള്ള അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. കൂടാതെ ലീക്കേജ് ടെസ്റ്റുകളിൽ ഒരിക്കലും തീപ്പെട്ടിയോ ഫ്ലെയിം ലൈറ്റോ ഉപയോഗിക്കരുത്. കട്ടിംഗ് ടോർച്ചസിനു വേണ്ടി ലീക്കേജ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടാകണം. Recap. ഒരു ഓക്സി അസറ്റിലിൻ പ്ലാന്റ് സ്ഥാപിക്കുക. ഓപ്പറേറ്റർ എല്ലാ സുരക്ഷാ നിയമങ്ങളുമായി നന്നായി പരിചയത്തിലാകേണ്ടത് വളരെ പ്രധാനമാണ്. ഫ്ലെയിം സ്റ്റീലുമായി ചേരുമ്പോൾ ഉപരിതലം ഉരുകി ഒരു മോൾട്ടൺ പൂൾ പോലെ ആകുമ്പോൾ സ്റ്റീൽ നന്നായി മുറിക്കാൻ കഴിയുന്നു. കീ എല്ലായ്പ്പോഴും വാൽവ് സോക്കറ്റിൽ തന്നെ വയ്ക്കുന്നു. കട്ടിംഗ് ടോർച്ചസിന് വേണ്ട ലീക്കേജ് ടെസ്റ്റുകൾ നടത്തണം.